നമസ്കാരം. എൻ്റെ ആയുസ്സിൽ ഒരു പുരുഷായുസ്സിൽ ഏതൊരു പുരുഷനെ കിട്ടണേലും കൂടുതൽ സ്ത്രീകളെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പല ഭാഷക്കാർ, പല നിറത്തിലുള്ളവർ, പല പ്രായത്തിലുള്ളവർ. അതേപോലെ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തു നിന്നും എനിക്ക് സെക്സ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് രാജസ്ഥാനിൽ വെച്ച് നടന്ന സംഭവം. എറണാകുളം ജില്ലയിലുള്ള ഒരു സ്ഥലം ഞാൻ കറക്റ്റ് പറയില്ല. ഒരു ചെറുപ്പക്കാരന് കാലിൻ്റെ മുട്ടിന് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ട് അവന് കൃത്രിമ കാല് വെക്കാൻ വേണ്ടി ജയ്പൂർ പോകണം. അന്നൊക്കെ പുതിയ കൃത്രിമ കാല് ഉണ്ടാക്കണമെങ്കിൽ ജയ്പൂരാണ് അത് ഉണ്ടാക്കുള്ളൂ. ഇപ്പം എങ്ങനെയെന്ന് എനിക്കറിയില്ല, അന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവർ കാല് വെക്കാൻ വേണ്ടി മുറിയൊക്കെ നല്ലോണം ഉണങ്ങണം, അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ബുക്ക് ചെയ്യണം. രാജസ്ഥാനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളവിടെ പേഷ്യൻറ്റിനെ കൊണ്ടു ചെന്നാൽ അവർ അളവെടുത്തിട്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കാല് റെഡിയാക്കിയിട്ട് പിന്നെ അവിടെ 10 ദിവസങ്ങൾ നിൽക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുറിയൊക്കെ ഉണ്ടാവാണ്ട് സ്പോഞ്ച് പഞ്ഞ് എന്തൊക്കെയോ വെച്ചിട്ട് അവിടെ ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിലാണ്. ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നത് അവൻ്റെ അമ്മ, പിന്നെ ഒരു ലേഡി, അവൾ പഞ്ചായത്ത് മെമ്പറാണ്, അതെൻ്റെ സുഹൃത്താണ്, പിന്നെ ഞാനും. എന്നെ കൊണ്ടുപോകണത് എന്തിനാണെന്ന് വെച്ചാൽ ഹിന്ദി സംസാരിക്കാൻ. അതുമല്ല, ഒരാണിൻ്റെ ഹെൽപ്പ്. ഹിന്ദി അറിയാത്ത ഒരാളൊക്കെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ആനുവൽ ലീവിന് വന്നിട്ട് 1 മാസമായി, 1 മാസം കൂടി ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉണ്ട് ആ സെയിം ഡേറ്റിന് അവിടെ വേറെ കുറച്ചപ്പുറത്തുള്ള ജില്ലയിലാണ് ഒരു അച്ചായൻ, നല്ലൊരു കോമഡിയൊക്കെ പറഞ്ഞ അച്ചായൻ, അവളുടെ ഭാര്യ, പിന്നെ ഒരു ചെറുപ്പക്കാരൻ, അവരുടെ മോനാണ്. സെയിം കേസിന് വന്നതാണ്. അപ്പം അന്ന് ഞങ്ങളവിടെ നിന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ എന്തിനാണ് നിൽക്കണത്, ഇപ്പോൾ അവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ചേട്ടനെ ഹിന്ദി അറിയും. അയാൾ കുറേ നാളൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായ ആളാണ്, അസലായിട്ട് ഹിന്ദി പറയും. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് ഇത് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് വരാം. ഏതായാലും പിടിക്കാനും ട്രെയിൻ കയറ്റാനൊക്കെ ഒരാൾ വേണം. ഒരു നല്ല അത്യാവശ്യം ഏറ്റവും വെയിറ്റുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ ഈ പെണ്ണ് പറഞ്ഞ്, എനിക്ക് ഏതായാലും ഇവിടം വരെ വന്നാലേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരുമോ, നമുക്കൊന്ന് ചുറ്റി കറങ്ങാനായിട്ട് പറ്റുമോ വെച്ച്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടയിൽ രഹസ്യമൊന്നുമില്ല. അപ്പോൾ അവർ നല്ലൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ ഒപ്പം പോരാൻ നിങ്ങൾക്ക് മടിയൊന്നുമില്ല ചോദിച്ചു. നിങ്ങളെ ഞാൻ ഇന്നും ഇന്നലെ കാണുന്നതല്ലല്ലോ, വേണമെങ്കിൽ ചന്ദ്രമണ്ഡലം വരെ ഞാൻ വരും നിങ്ങളുടെ ഒപ്പം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ പറഞ്ഞു, എന്നാൽ കൊണ്ടുപോയി കാണിച്ചൊക്കെ കൊടുക്കുക, ഏതായാലും വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ, ഇനിയിപ്പോൾ തിരിച്ച് പോരോളം ഇതിലും പോയാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇവള് കുറച്ച് ഏജ് എൻ്റെ സെയിം ഏജാണ്, പക്ഷേ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുക. പക്ഷേ ഇവൾക്ക് കറുത്ത നിറം. അപ്പോൾ ഇവളെ കല്യാണം വന്നിട്ടൊക്കെ മാറിപ്പോയി. പിന്നെ ടൈം തെറ്റി. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ പറയും, നിങ്ങളെന്നായ കൊണ്ട് അവിടെയൊക്കെ കാണിച്ചു കൊടുക്കും, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാണാനുണ്ടാവില്ല പറയും. അങ്ങനെ ഞാനിവളെ രാജസ്ഥാനിൽ തന്നെ ബിക്കാനീർ, ജയ്സാൽമർ ഒക്കെ കാണിച്ച്, പിന്നെ ഞങ്ങൾ അമൃത്സർ പോയി, സുവർണക്ഷേത്രം കണ്ടു. പിന്നെ വാഗാ ബോർഡറിൽ BSFകാരുടെ പരേഡൊക്കെ കാണിച്ചു കൊടുത്ത് തിരിച്ച് അമൃത്സറിൽ വന്നു. ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, ജനെല്ലാം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒലിപ്പിക്കലും ചിരിയൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി സുഖം. എന്നിട്ടെന്താ കെട്ടിപ്പിടിക്കാത്ത ചോദിച്ച്. അത് ഞാൻ പറഞ്ഞ്, നിൻ്റെ അനുവാദമില്ലാണ്ട് നിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ. അപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന്. അവൾ ആദ്യമേ വില്ലിങ്ങാണ്. ഏതായാലും ഞാനിവളെ ചുംബനമൊക്കെ ഇതാക്കി ഞാൻ നേരെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് ഇവളെ ബന്ധപ്പെട്ടു. പരിപാടി കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവള് കരച്ചിൽ, പെരും കരച്ചിൽ. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ഇങ്ങനെ കരണം, വിതുമ്പി പൊട്ടി കരയാ.
കരച്ചിലോട് കരച്ചിൽ, അങ്ങനെ ഉറക്കനല്ല. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കരയേണ്ട ആവശ്യം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവമാണിത്, ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ ശരിയുമില്ല തെറ്റുമില്ല, നീ സമാധാനപ്പെടും, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവള് പറഞ്ഞു കല്യാണം കഴിഞ്ഞ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത്, നിങ്ങളുടെ ഒപ്പം നടന്നപ്പോഴൊക്കെ എനിക്ക് അത്ര ഒരു ഫീലും സുരക്ഷിതത്വവും കിട്ടി. ഇനി നമ്മളിനി പോയി വരുവോളം ഒരു മഞ്ഞ ചരടെങ്കിലും എൻ്റെ കഴുത്തിൽ കിട്ടണം പറഞ്ഞു. ഞാൻ രാവിലെ പുറത്ത് പോയി മഞ്ഞ ചരടൊക്കെ ഉള്ള കഴുത്തിൽ കെട്ടി. അങ്ങനെ ഞങ്ങൾ ഡൽഹി പോയി. അവിടെ നിന്ന് പിന്നെ ആഗ്രയിൽ വന്ന് അവിടെ റൂമെടുത്ത്. അപ്പോൾ എൻ്റെ ഫണ്ട് ഭയങ്കര ഷോർട്ടേജ് വരല് തുടങ്ങി. ഏതായാലും ഒരു 10 ദിവസം വരെ നമുക്ക് കറങ്ങാനുള്ള എല്ലാ അവസരമുണ്ട്, പണമാണ് മുഖ്യം. പറ്റ തീർന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് മുംബൈക്ക് വണ്ടി കയറി. ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ വന്നാലും പണത്തിന് വേറൊരു മാർഗ്ഗമില്ല. ഇന്നത്തെ പോലെ ആരെങ്കിലും ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. ഒറ്റ കൈക്ക് ഞാൻ പറഞ്ഞു ഇവളോട്, ഞാൻ ജോലി എടുക്കുന്ന സ്ഥലമുണ്ട്, എടുത്തിരുന്ന സ്ഥലം, അവിടം വരെ നമുക്ക് പോകണം. ഇവിടുന്ന് 150 കിലോമീറ്ററാണ്. അതായത് മുംബൈയിൽ നിന്ന് പൂനെക്ക് 150 കിലോമീറ്ററാണ്. അപ്പം ഞാൻ ജോലി എടുത്തിരുന്ന സ്ഥലം ദഹ് റോഡ്. ഞാൻ ലീവിന് വന്ന കിർക്കി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ദഹ് റോഡിലേക്കാണ് ഞാൻ പോണത്. അവിടെ ചെറിയൊരു ടൗൺഷിപ്പ് ഉണ്ട്, അവിടെ കുറേ സേട്ടുമാരുണ്ട്. സ്വർണ്ണം എന്തെങ്കിലും പണയം കൊടുത്താൽ പൈസ തരും. അപ്പം എൻ്റെ കഴുത്തിലൊരു 2-3 പവൻ്റെ ഒരു മാലുണ്ട്, അത് പണയം വെക്കാനാണ് പോണത്. അങ്ങനെ ഞങ്ങൾ മുംബൈയിൽ വന്ന് പൂനെക്ക് ടിക്കറ്റ് എടുത്തത് സൂപ്പർ ഫാസ്റ്റ് വണ്ടിയിലാണ്. അല്ല, ടിക്കറ്റ് എടുത്തതില്ല, സാധാ ടിക്കറ്റാണ്. കയറിയത് സൂപ്പർ ഫാസ്റ്റിലാണ്. അപ്പോൾ പൂനെ ടൗണിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരണം. എന്നാലും സാരമില്ല, സമയം കുറേ ലാഭിക്കാൻ കയറി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ വരണ വണ്ടി ഈ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ സിഗ്നൽ കിട്ടാണ്ട് റെഡ് കത്തിയപ്പോൾ നിന്ന്. അപ്പം ഞാൻ ഇവിടെ വേഗം ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇറങ്ങി പ്ലാറ്റ്ഫോമിൻ്റെ തലക്കല ഇറങ്ങിയേക്കണം. അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ നടന്ന് പോവുക. അതിൽ ടി പിടിച്ച് ഞങ്ങൾ. അപ്പോൾ ഞാൻ അയാളുടെ കൈയും കാലൊക്കെ പിടിച്ച് എൻ്റെ ID കാർഡൊക്കെ കാണിച്ചു കൊടുത്ത് ഒരു എമർജൻസി ആയപ്പോൾ കിട്ടിയ വണ്ടിയിൽ കയറിയതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ തന്നെ നിയമം തെറ്റിച്ചാൽ പിന്നെ എന്താണ് ഈ നാട് എന്നൊക്കെ ചോദിച്ചു. അതിൽ സോറിയൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പോയിക്കോളാൻ പറയും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി അവിടെ സേട്ടുവിൻ്റെ അടുത്ത് പോയി. നീ മാല ഊരി കൊടുത്തപ്പോൾ എന്താണ് അവിടുത്തെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഈ മിക്സില്ലാത്ത തങ്കമാണ് അവിടെയൊക്കെ യൂസ് ചെയ്യണത്. നമ്മളിവിടുത്തെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അത് ചെമ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്, പക്ഷെ അത് വാലിഡാണ്. അപ്പോൾ അയാൾ കുറച്ച് ടൈറ്റാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ID കാർഡ് കൊടുക്കാൻ പറയും. ID കാർഡ് എൻ്റെ ID നമ്പർ പേരൊക്കെ എഴുതി ഒപ്പിടിച്ച് എന്നിട്ട് സാധനം ഒന്നും കൂടിയൊക്കെ നോക്കി അയാൾക്കറിയാം അത് സ്വർണ്ണമാണെന്ന്. കാരണം ഈ മലയാളികളൊക്കെ അയാളുടെ അടുത്ത് വെക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എമൗണ്ട് വാങ്ങി പിന്നെ ഞങ്ങൾ തെണ്ടാൻ പോയി. കറങ്ങി എന്ന് പറഞ്ഞാൽ അപ്പം കല്യാണം കഴിച്ച കപ്പിൾസിനെ പോലെ. അപ്പോൾ ഇവള് കരഞ്ഞപ്പോൾ ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞു. ഇത് ആരെങ്കിലും അറിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഇനി നിനക്ക് നമ്മുടെ യാത്രയിൽ വല്ല ഗർഭം എന്തെങ്കിലും ഉണ്ടായാൽ ആലസിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ കിട്ടും പറയും. അത് ഞാൻ കാര്യം പറഞ്ഞതായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു നിനക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്, വെറുതെ എന്നെ ഒന്നും കെട്ടാൻ പാടില്ല നീ. ഞാൻ ചോദിച്ചു നീ എന്താ അത്ര മോശം ആളാ, അതൊന്നും നീ പറയരുത് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഭാഗത്തേക്ക് നോർത്ത് ഈസ്റ്റ് വെച്ച് പോയി. എവിടെയെങ്കിലും പോയി റൂം എടുക്കും, പരിപാടി എടുക്കും. അന്ന് ഇത്ര അധികം എക്സ്പെൻസ് ഇല്ല, ചെറിയ പൈസ ആകുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ഫോൺ ചെയ്തുകൊണ്ട് അപ്പോൾ ഈ പറഞ്ഞ ദിവസം ഞങ്ങൾ തിരിച്ചവിടെ വന്നു. കാരണം ഡിസ്ചാർജായി പോരുമ്പോൾ ഇവരെ കൊണ്ടുവരണ്ടേ. അങ്ങനെ ടിക്കറ്റൊക്കെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തൽക്കാലം ടിക്ക് പൈസ കൊടുത്ത് എടുത്ത് പോരുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ കറങ്ങാൻ പോയതൊന്നും ആരോടും പറയരുതിട്ടാ പറഞ്ഞു.
അപ്പോൾ പറഞ്ഞേ ഞങ്ങൾ പറയൂല, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ട് പിന്നെ ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ട് പിന്നെ നിങ്ങളെ പറ്റി കുറ്റം പറയുക ഞാൻ നാട്ടിൽ പോയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലാണ്ടാവൂലേ, നിങ്ങൾ പറയാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം കാലങ്ങൾ കടന്നുപോയി, വർഷങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി. ഇപ്പോഴും ഏത് പഞ്ചായത്താണ് ആരാണ് എൻ്റെ ഒപ്പം പോകുന്നതെന്നൊന്നും ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. എന്നാലും അവൾ ഈ വീഡിയോ കണ്ടാൽ അവൾക്ക് മനസ്സിലാവും ആ ചെറുപ്പക്കാരൻ്റെ അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഞാൻ ചെറുപ്പക്കാരനുണ്ടോ ഒന്നും അറിയില്ല, വേറെ ആർക്കും ഇത് അറിയില്ല. അപ്പം ഇതൊക്കെ ഒരനുഭവങ്ങളാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ചില ഭാഗ്യങ്ങളാണ്. ആ പെണ്ണിൻ്റെ സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെറും പരിപാടി ബന്ധം മാത്രമല്ല മനുഷ്യരുടെ ഇടയിലുള്ളത്. ചില ആൾക്കാരെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കും. ഞാൻ അതിന് ശേഷം അവളുടെ അടുത്ത് പോയിട്ടുണ്ട്, ഞാൻ അവളെ കൊണ്ട് പോയിട്ടൊക്കെ ഉണ്ട്, കളിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ കാലങ്ങളിങ്ങനെ കടന്നു പോകുകയല്ലേ, എല്ലാവരും നാല് വഴിക്കായി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് അവളെ കല്യാണം കഴിച്ചു. പിന്നെ ഒന്നും അറിയില്ല, കണ്ടിട്ട് കുറേ. ഇപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവും. നമസ്കാരം. അടുത്ത വീഡിയോ നാളെ.